എടാ ഇവിടെ നോക്കിയേ വേറെന്താ പോലെ തോന്നില്ലേ? ഒരു സെക്കൻഡ്, എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? കോച്ച് ഇങ്ങ ഇരി, നമുക്ക് റോബറിക്ക് പോണം. അതിന് മുന്നേ പ്ലാൻ பண்ணണം. അങ്ങ് ഉണങ്ങിപ്പോയല്ലേ അങ്ങ് വല്ലാണ്ട്. குழந்தைக்கு தெரியும்ன்றது எனக்கு എല്ലാ കുളന്തേക്കും தெரியும். நான் குழந்தை இல்லையே, நான் குழந்தை இல்லையே, நான் குழந்தை கொடுக்குறேன். வா കൊച്ചു കള്ളം വന്നിവിടെ சரி சிட்டில അറിയാത്തോണ്ട് சிட்டில கேரியடா അവനെ അടിച്ചത്. കേറി 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 ഒരു സെക്കൻഡ്. ஓகே ஓகே ഓക്കെ അല്ലേ? ചന്ദ്രു ഒക്കെ അല്ലേ ഇതില്? ഞാൻ ഓക്കെ അല്ലെങ്കിൽ പാട്ടി ചെവിക്കല്ലത്തൊരെണ്ണം കൊടുത്തിട്ട് എന്തോ പ്രശ്നം വരും അങ്ങോട്ട്. സിറ്റുവേഷൻ എന്തോന്നു ചന്ദ്ര പീഡിയായിട്ട്. വീഡിയോട്ടാ എടാ നീയേ നീ കോലിടാ ആ, കൊടുക്കാൻ പറയാ. விடு 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 ചന്ദ്രു നല്ല ചന്ദ്രു, ചന്ദ്രു ഇല്ലാത്തപ്പോ നമ്മള് കൊടുക്കണ്ട ഇൻസ്ട്രക്ഷൻ. ചന്ദ്രു ഇപ്പൊ അടിയാവേ, ഒന്ന് റേഡിയോ കേറ്. അയ്യോ ഇപ്പൊ പീഡിയായിട്ട് അടിയാവിടെ. ചന്ദ്രു ഒന്ന് ഇപ്പൊ ഹലോ, ഹലോ, ഹലോ. എന്റെ ഭരതന്ദ്രനോടെ ചന്ദ്രുവിനെ വിളിക്കാൻ പറഞ്ഞ. ആ എടാ മയിലേ, ചന്ദ്രു സവിയേ ശർമ്മ. ആ, എന്റെ അടുത്തൊന്നും മാറുന്നില്ലേ? ഞാൻ പൊളക്കര തെരിഞ്ഞ് ഞാനിവേ പറഞ്ഞ വരുമ്പോ തന്നെ. ആ എടാ അതെ, വീടിയുടെ സിറ്റുവേഷൻ എന്താണ് കോച്ച്? വാ. ഓക്കെ ஞாபகம் வச்சுக்கோ, உள்ள கேறிட்டு ஃபர்ஸ்ட் வீடு ரைட் சைடுல. ചന്ദ്രു വഴിയൊക്കെ നോക്കി തരേ, പിന്നെ വരാനുള്ളതല്ലേ. കോച്ച് ഇതാണ് കസ്റ്റം ഹൗസ്. ഇത് കസ്റ്റം ഹൗസ് അല്ലേ? ഇവിടെ അല്ല, ഇപ്പുറത്ത്. ഇവിടെ കിടക്കും. ഇവിടെ ഉള്ള കയറിട്ട് ഫസ്റ്റ് ഹൗസ്. ചന്ദ്രു അത് വേണമെന്നേ ഉള്ളു. ചന്ദ്രു അങ്ങ് നടുക്കെടുക്കണേ. ചന്ദ്രു പറഞ്ഞ ഐലൻഡ് இது வீடு சந்திரு, பை தி வே நீ தான் திறந்து வைக்க போற. ഞാനാ എന്ത് മനസ്സിൽ വിചാരിച്ച് തുറക്കാൻ പോണെന്ന് കൂടെ പറയണേ. എടാ ഇവിടെ നോക്കിയേ വേറെന്താ പോലെ തോന്നില്ലേ? ടിവിഎ മെമ്പേഴ്സ് അത് കറക്റ്റ് അല്ല, അതാണ് ഉദ്ദേശിച്ച പുള്ളി. நீதானா? ഇങ്ങനെ பாருங்க வீடு, இங்க இருந்து பாருங்க வீடு. எல்லா இடத்துல இருந்து பார்த்தாலும் எப்படி தோணுதோ அப்படியே தான் இருக்கு. மேல இருந்து பார்த்து பாரு, இன்னும் தெரியும். கரெக்ட் தான், அப்ப கரெக்ட் தான். அதே அதே நல்ல டிசைன் இல்ல? നല്ല ഡിസൈൻ മനപൂർവ്വം ചെയ്തതാണ്. இதுல டிவில உண்ட இது கூட இறக்கலாம், லிங்க் இறக்கலாம். ഇവിടെ ആണാ T/TV ആണോ? ടിവി കാണാൻ പറ്റും. T/TV உங்க லிங்க் காப்பி அடிச்சு ഇവിടെ போடு. ഒരു സെക്കൻഡ് എടാ ഒന്നിട്ടാ ബാത്റൂമിൽ കയറി കുളിക്കാൻ പറ്റുന്നൊക്കെ നോക്കണ്ടടാ. രണ്ടൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരണേ കൊച്ചേ. ചന്ദ്രു കൊള്ളാല്ലേ? കൊള്ളാടാ കൊള്ളാം, വീട് കൊള്ളാം. ചന്ദ്രു പറഞ്ഞ എടുക്കണേ, മലക്ക് പോയിട്ട് വന്നിട്ട് എനിക്ക് റെസ്റ്റ് എടുക്കാന്. കിച്ചൺ കുറച്ച് ചെറുതാട്ടാടാ. ഇല്ല, രണ്ടുപേർക്ക് ഇതൊക്കെ ധാരാളം. ചന്ദ്രു എടുത്തു വെച്ചൊക്കെ പെരുമാറാം. ഇല്ല ബെഡ്റൂം ഉള്ള, പക്ഷെ അപ്പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഒളിഞ്ഞു നോക്കുമെന്നൊരു സംശയം. ഈ കടലിലേത് ആരും ഒന്ന് ഒളിഞ്ഞു നോക്കാനാടാ. ഓ ബാത്ത് ടബ് ഉം. സീനാണല്ലോടാ. മസാജ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇന്നും ലോക്കർ, ഡ്രസ് റൂം എല്ലാം വരും. അതെ അതെ, ഇതൊക്കെ തുറന്നു. ഇതെന്തോന്നു? இது வந்து நம்ம பார்ட்டி பண்றதுக்கு செட் ஆக்கிட்டு இருக்கு. കോച്ച് സെറ്റ് ആക്കിയതാണോ? அததான் சொல்றேன். കോച്ച് വെള്ളം നിറയ്ക്കാൻ മറന്നുപോയാ? വെള്ളം നിറയ്ക്കാൻ മറന്നുപോയാ? തണ്ണിയില്ല. കടലുണ്ടല്ലോ, അപ്പൊ പിന്നെ கொஞ்சம் தண்ணி ஊத்து. ഇത് കൊള്ളാല്ല, ഈ ലൈറ്റ് ഒക്കെ വെച്ചിട്ട്. ചന്ദ്ര വെള്ളത്തിൽ പോലെ തനിയായി ഇതിർക്കല്ല, തനിയായി ബീച്ച് സൈഡ് அடிச்சிட்டே இருக்கும் இப்ப. എക്കോവാ ചന്ദ്രു ഇത്
വെള്ളത്തിൽ പോവല്ലേന്ന് പറഞ്ഞു ഞാൻ. ഇത് ആര് ഇത് ആര് ഇതെന്തോന്ന്? കോച്ച് ഓ കോച്ച് ഇതൊക്കെ എന്തോന്ന്? ഒരു സെക്കൻഡ്. അതെ ആ പുറത്തിങ്ങനെ പൊണ്ണാര് അവതാ ഈവന്റ് മാനേജർ. എന്ത് ഇവന്റ് മാനേജർ? இந்த லைக் எல்லா சிட்டில இருக்கிற ஈவென்ட் மேனேஜர். കോച്ചൊന്ന് കോച്ചിനെ തപ്പിയാടാ മറ്റേ കയ്യില് മറ്റേതൊക്കെ ഉണ്ടാന്ന്. കോച്ച് ഇങ്ങ വാ, കോച്ച് കൈ നോക്ക്. കയ്യെന്ന് പൊക്കെ ഒന്ന് തപ്പണം. എക്കോ അടിക്കണ്ടാക്കണ്ടേ? വേറെ ലൈവ് ഇടാ. എടാ ഇത് ഓഫ് ചെയ്യടാ. ഹലോ, എനിക്ക് എക്കോ അടിക്കില്ല. TV മോഡ് മൊബൈല് എടാ ഓക്കെ ഓക്കെ. ആ ഇനി കാര്യത്തിലോട്ട് കോച്ച്. இப்போ ஓகே ஆனோ. കോച്ച് ഇനി വാ. യെസ്. കൈ നോക്ക്. നമുക്കൊന്ന് നോക്കണം. ഒന്ന് സെർച്ച് ചെയ്യണം. ഇത് ഇവിടെ കോച്ച് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വരുത്തുമൊക്കെ കാണുന്നുണ്ടല്ലോ. എടേ അതല്ലടാ, അത് வந்து മോബിയുടെ ഗേൾഫ്രണ്ട്റാ. അവതാ ഈവന്റ് മാനേജർ. മോബിയുടെ ഈവന്റ് മാനേജർ ചെയ്യണേ. இல்ல മോബിയുടെ ഈവന്റ് മാനേജർ അല്ല, മോബിയുടെ ഗേൾഫ്രண்ட் ഫ്രണ്ട്. அப்புறம் சிட்டி ஃபுல்லா அவதான் வந்து இன்டீரியர்லாம் இந்த மாதிரி ஈவென்ட்ஸ் எல்லாம் பண்ணி தரான். അതെ ഇന്റീരിയർ വെക്കണ ആ തുമ്പിൽ എന്തെങ്കിലും സംഭവിക്കാവോ? പേരെന്താ ഉന്നയുടെ പേരെന്താ? ഡേയ്സി. ഡേയ്സി ആണോ? ഓക്കെ. കൊച്ചന്തി എവിടെ കൊച്ച് ഉറങ്ങുവാ. കൊച്ചാ ഇല്ല. പിന്നെ മോബിക്ക് കൊച്ചൊക്കെ അത് പേരിടില്ലേ? അല്ല കല്യാണം ചർച്ചില് ആര്? എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? മോബിക്ക് കൊച്ചുണ്ടെന്ന് ഞാൻ ഇപ്പഴാ അറിയുന്നേ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിന്റെ കല്യാണമെന്നോ? എന്തൊക്കെയാടാ ഞാൻ ഈ അറിയുന്നേ? ടൂർണമെന്റ് കളിക്കാൻ വേഗം വരണേ. ബ്രിജുവിന്റെ അച്ഛനും ബ്രിജുവും വന്നില്ല. അതെ, ഇത് മോബിന്റെ കൊച്ചാണോ വളരുന്നേ വയറ്റില്? പിന്നെ ചന്ദ്രു പിന്നെ ആരാ പറഞ്ഞു കൊച്ചിനെങ്ങനെ അങ്ങനെ? എനിക്ക് ഓൾറെഡി ഒരു കുട്ടിയുണ്ട്. ചന്ദ്രു ഗോപാലിന്റെ കുട്ടിയെന്ന് വിചാരിച്ചാ പ്രസവിച്ചത്. പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞാ നീ കൂടുതലൊന്നും പറയണ്ടേ സാർക്ക്. എനിക്കറിയാലോ സത്യാവസ്ഥ. എനിക്ക് സത്യാവസ്ഥ അറിയാം. എന്റെ അടുത്ത് വരെ പറഞ്ഞിരുന്നേ. അല്ല സത്യാവസ്ഥ ആണെന്ന് എനിക്കറിയാം ചന്ദ്രു. ചന്ദ്രു ഇതേ ഇങ്ങോട്ട് പറയണ്ട. അല്ലാന്ന് വെച്ചാൽ ഡേയ്സി പറയുന്നു ഉരുളി കമത്തി ഉണ്ടായ കൊച്ചാന്ന് വെച്ച്. അല്ല കമത്തിയത് ആരാന്ന് എനിക്കറിയാം. എന്തിനാടാ അവര് ഇറിറ്റേറ്റ് ചെയ്യുന്നത്? അവര് പറഞ്ഞില്ലേ കാര്യം? സോറി അല്ലാന്ന് പറഞ്ഞല്ലോ. കൊച്ച് എന്റേതാ. അതെ, അത്രേ ഉള്ളു. അതെങ്ങനെ ശരിയാവും ചന്ദ്രു? சரி ஓகே சந்திரா, நம்ம வேற வேலை பார்க்கலாம். இது செட் ஆயிட்டு வரும். ഓക്കെ. പിന്നെ എല്ലാവർക്കും ഫുഡ് അതെല്ലാവരെയും മേടിച്ച് വെക്ക சொல்லிட்டேன். ഫുഡ്, വാട്ടർ, ഡ്രിങ്ക്സ്, വേറെ എന്താ വേണമോ അത്രേ ഉള്ളൂ. ഓക്കെ. என்னடா பண்ற? ഒന്നും പണ്ടല്ല. എടാ നിനക്കൊരു പെണ്ണുള്ള അതിനാദ്യം നീ വളയ്ക്കാദ്യം. അല്ലാണ്ട് ഒലിപ്പിച്ചു തുടങ്ങി നടക്കല്ലേ. കൊറേ നാളായില്ലേ നീ? നീ ഒന്ന് കെട്ടി കണ്ടാ എനിക്കൊന്ന് കെട്ടി എനിക്ക് തൊലഞ്ഞാ മതി. എനിക്കൊന്ന് കേട്ടാ. ഇന്ന് കെട്ടും നാളെ കെട്ടും, ഇന്ന് സെറ്റാവും നാളെ സെറ്റാവും പറഞ്ഞിട്ട് നീ കൊറേ നാൾ നടക്കണല്ലേ. എടാ അവളായിരിക്കില്ല തീരുമാനം ഉണ്ടാടാ കീരി. ഞാൻ സംസാരിക്കണ എന്തിന്? അല്ല ഞാൻ സംസാരിക്കണോന്ന് നിന്റെ കാര്യം. ആൾറെഡി സംസാരിച്ചല്ലേ പിന്നെ അപ്പൊ എന്താ പറഞ്ഞു? സംസാരിച്ചപ്പോ എന്താ പറഞ്ഞു? ഫ്രണ്ടായിട്ട് ഫ്രണ്ട് ബാക്കായിട്ടാ കീരി. കഴിച്ചുവാ. എടാ നമ്മളെ റോബറിക്ക് പോണം. കോച്ച് ഇങ്ങ കീരി. പോയിട്ട് വരാം. നമുക്ക് റോബറിക്ക് പോണം. അതിനു മുന്നേ പ്ലാൻ பண்ணണം. നമ്മള് ഞാൻ ടാബ് ഒന്ന് എടുക്കട്ടെ.
ഹൈസ്റ്റ് കോൺട്രാക്ട് ലെവല് ഞാൻ 0. അപ്പൊ വരൂല. അപ്പൊ എല്ലാവർക്കും 0. ലെവല് കൂടുതലുള്ളവർക്കേ മെയിൻ ബാങ്ക് അടിക്കാൻ പറ്റും. അപ്പൊ ലെവൽ കൂടുതലുള്ള അല്ല കൂടുതലുള്ള കൂടെ ഉള്ളവരുത്തനെ നമ്മള് വിളിക്കണം, അവന്റെ ടാബ് കക്കണം. അല്ലെങ്കിൽ സിറ്റിയിലെ ഏറ്റവും കൂടുതൽ അപ്പൊ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളനാരാണ് ഇപ്പൊ? നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളനാരാ? ടാബിൽ നമ്മുടെ കൂട്ടത്തില് ചന്ദ്രന് ഇല്ലടാ, ആള് വേണം. അതായത് മറ്റേ ടാബ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ടാബിൽ കാണിക്കത്തില്ല എന്റെ വിശ്വാസം. ആണല്ലേ, ആള് വേണം. റാൻഡം വഴിയാണ് ആദ്യം ഒന്നാമത് നിൽക്കുന്നത്. നമ്മുടെ அது ஹவுஸ் ராபரி. அது ரொம்ப ஈஸி ஆயிട്ടുണ്ട്. சொல்லி கொடுக்கடா. இல்ல நான் அது வந்துட்டு என் ஃப்ரெண்டுக்கு கொடுத்துட்டேன். കോച്ച് പോലീസ് വരുമോ കോച്ച്? ആ പോലീസ് രണ്ട് പോലീസ് ഉണ്ട്. ആ നമുക്കപ്പോ ഹൗസ് റോബറിക്ക് എത്ര പേർക്ക് പറ്റും? ചന്ദ്രു മെയിൻ ബാങ്ക് അടിച്ചാൽ നമുക്ക് AR കിട്ടും. എടാ മെയിൻ ബാങ്ക് എങ്ങനെ അടിക്കാനാണ് അറിയാന്നുള്ള ആരില്ല. അറിയാവുന്നാലും വേണ്ടേ? ആള് വേണം. ഹൗസ് റോബറിക്ക് എത്ര പേര് വേണം? രണ്ട് പേര്. അതാര് വന്നത്? ബാലൻ കെ നായരാ? നായരെ വന്നാടാ നീ? വന്നല്ലോടാ. കുറച്ചാളൂടെ ഇല്ലായിരുന്ന ആള് ഇപ്പോഴാണ് ഒരു ഇതിനൊക്കെ ശേഷം വന്നതാണ്. ക്ഷീണമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് 2 ദിവസത്തെ. ബാല ഇനി അടുത്ത് എപ്പോ പോണം? ഉടനെ ഉണ്ടാ ബാല? അടുത്ത് ഉടനെ ഉണ്ടാ വിസ? ഞാൻ നിർത്തി 2 ദിവസം ഉള്ളത്. ഇത്ര വെറുതെ ഒരു ബാൻഡേജ് എന്റെ ലൈഫിലില്ല. അതുകൊണ്ട് ഇനി മാന്യം മര്യാദ. നീ 2 ദിവസം നീ മിസ് ചെയ്താട്ടാ ബാലാവു. തലങ്ങും വേലങ്ങും അടിയായിരുന്നു ഇവിടെ. അത് ഞാൻ കാത്തിരുന്ന 2 ടീമായിരുന്നു. എന്റെ കൈ വിട്ടു പോയത്. കൈവിട്ട് അഞ്ചാം കാല ചന്ദ്ര 5ാം കാല് പറഞ്ഞ എനിക്ക് വാൻ കിട്ടിയേ. 5ാം കാലിന് എന്തൊരു വാന്? പോടാ, 5ാം കാലിലാണ് വാൻ കിട്ടിയ. 5ാം കാലെന്ന് പറഞ്ഞേന് 5ാം കാലിന്റെ മീനിങ് എന്തിന്? 4ാമത്തെ കാല് കഴിഞ്ഞിട്ട് 5ാമത്തെ കാല്. ചന്ദ്ര ആരാണ് 5ാം കാലെന്ന് പറഞ്ഞത്? ആരാണ് 5ാം കാലിൽ നീ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? നീ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ 5ാം കാലം വെച്ചിട്ട്? ഞാൻ വിളിക്കാം. എന്തോ പറഞ്ഞു. എനിക്ക് മനസ്സിലായിട്ടെ ആദ്യം കത്തിയില്ല ഈ 5ാം കാലം. എടാ ഇതിപ്പം ചിലപ്പോ വല്ല വൈകല്യമുള്ള ആനയാണെങ്കിൽ 5 കാലം ഉണ്ടെങ്കിൽ എന്തോ പറയും. അതെന്താ അത് വൈകില്ലല്ലോ. ചിലപ്പോ ചില എക്സ്ട്രാ ഒരു കാല് വിളിച്ചേക്കും. 5 കാലുള്ള കണ്ടിട്ടില്ല? 5 കാലുള്ള പൂച്ച, 5 കാലുള്ള മനുഷ്യൻ, കണ്ടിട്ടില്ലേ? 3 കാലുള്ള കാല് തന്നെയല്ലേ ഉദ്ദേശിച്ചത്. ആ അതെ. അതിന് വേറൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? അത് അന്നേ ആരാണെന്ന് അറിയണമല്ലേ? 4 ബോളുള്ള സാർക്ക്. അയ്യോ, ഞാൻ ആദ്യം വിചാരിച്ച സ്ഥലത്തിന്റെ പേര് പറയാമെന്ന്. 5 തെങ്ങി മൂടന്നല്ലേ നീ വിചാരിച്ചത്? അങ്ങനെ എന്താണെന്ന് വിചാരിച്ചത്. എടാ ബാല, 5 തെങ്ങി മൂടെന്നെല്ലാം പറഞ്ഞ് രക്ഷപ്പെടാതെന്തറാ? സ്ഥലത്തിന്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. ആ അങ്ങനെ സ്ഥലമൊക്കെ ഉണ്ട്. ചന്ദ്ര 5ാം കാലം എടുത്തു. 5ാം കാല് വായിലിട്ട് ചൂപ്പടാന്നാ പറഞ്ഞേ. അപ്പൊ കൊഴപ്പല്ലടാ. പിന്നെ സ്ഥലം പേര് പറയാൻ പറ്റത്തില്ല. പോട്ട് ഏതായാലും കള്ളന്മാർ തപ്പിയെടുത്തണ്ടാ. മരിച്ചാളാണോ? ഇതാണ് ഇതെന്താ അങ്ങ് ഉണങ്ങിപ്പോയല്ലോ അങ്ങ് വല്ലാണ്ട്. ഉണങ്ങി അങ്ങ് ശ്വാസിച്ചങ്ങ് അണ്ടി പോലും ഇല്ലാതായി. എനിക്ക് ഞാൻ ചത്തതിന് ആ ജീവിച്ചിരിക്കുമ്പോ ഞാൻ തരാം. ഈ ദൈവമായിട്ട് കണക്ഷൻ ഉള്ള ആൾക്കാർ എന്റെ അടുത്ത് വരല്ലെന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ്. ദൈവോട്ടർ കണക്ഷൻ ഉള്ള ഞാനേ ദൈവമാണ്. ഞാനൊരു കോടന്നല്ല വിളിക്കാറ്. കില്ലുവ ഇങ്ങനെ ദൈവമായിട്ട് ഭയങ്കര കണക്ഷനാ. അവന്മാർ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം. എടാ എല്ലായിടത്തും കുറച്ച് നീങ്ങിക്കണേ. ഉള്ളി ചേച്ചിന്ന് പറഞ്ഞ പറ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാനൊരു കാര്യം ഒന്ന് സെറ്റ് ചെയ്തോട്ടെ.
ഇപ്പൊ ഒന്ന് വന്ന് പിക്ക് ചെയ്യടാ. നീ എന്നെ ചർച്ചിലാക്കി ഞാൻ പിത്തൽജി, മര്യാദക്ക് പോയാ ഹലോ ഇവിടെ ഒറ്റയ്ക്ക് പിത്തൽജിയല്ല പിത്തൽജിയാ. അല്ലേ ഇന്നതാര് ചന്ദ്ര അതെ ഈ ചന്ദ്ര മാത്രം ഒന്ന് ഇങ്ങ് വന്നേ. ചന്ദ്ര മാത്രം ഒന്ന് ഇങ്ങ് വന്നേ, ഒരു കാര്യം പറ. മാത്രമേ വേണോ? ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആരെങ്കിലും എടുത്തു കൊടുക്കണോ? ആരെങ്കിലും എടുത്തു കൊടുക്കണോ? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എടുത്തു കൊടുക്കണോന്നാ? വേണ്ട ഇപ്പൊ വേണ്ട. എനിക്കൊരു ആവശ്യമുണ്ട്. അത് ഞാൻ പറയാം കുറച്ച് പിന്നെ പറയാം. തൊണ്ടയ്ക്ക് എന്ത് പറ്റി? തൊണ്ടക്കൊന്നും പറ്റില്ല. എന്ത് പറ്റി? എന്തോ കര ചെറിയ കരയൊക്കെ ഉണ്ടാവും. വയ്യാത്ത മനുഷ്യനല്ല പിള്ള. അതെ, ഒട്ടി വരണ്ട. നീ നീങ്ങിയല്ലേ, നിന്റെ വയ്യായിക മനസ്സിലാവും. മനുഷ്യനല്ലേ പിള്ള. പൊറോട്ട ഇറച്ചി വെച്ചേരാം പൊരിഞ്ഞേ. ഉള്ള എല്ലാണല്ലോ ഇത്. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ മനുഷ്യരീരത്തിൽ എത്ര ഇല്ല. ഇത് ഞാൻ ഇന്ന വാല് പോലെ ഒരു കുറ്റി ഇങ്ങനെ താഴ്ത്തിങ്ങനെ ചന്തിയുടെ അവിടെ. ഈ മനുഷ്യന് വാലുണ്ടായിരുന്നാ? ഹലോ, ഇത് കണ്ടാ? വാലല്ലേടാ ഇത്. ഇത് കണ്ടാ? വാല് പോലെ എന്തോ ഒരു സാധനം. ആ ഹലോ, അയാള് ரொம்ப நாளாയി. ആ ഇതാ ഇത് ഗിരി. ഇത് അരിത്. വെള്ളം അടിക്കാൻ പോയ ഇല്ല പിത്തള് നിനക്ക് എന്തോ തന്നെ പിത്തൊന്നും തന്നില്ല. അതെ, നമ്മള് കൊറേ നാളോടെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ. അല്ല, നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന കാണാൻ. അല്ല അല്ലേ കോച്ച്? 100% yes. ആ വെയിറ്റിംഗ്. റൂമൊക്കെ എടുത്ത് ആരെങ്കിലും സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാ ചെന്നൈന്ന് തമിഴ്നാട്ടില് ചെന്നൈന്ന് കേരളയിലോട്ടൊരു ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ആൾക്ക് തങ്ങാൻ സ്ഥലമില്ലല്ലോ അവിടെ. ആൾറെഡി പകുതിയാണ്. ചെന്നൈ ടു ട്രിവാൻഡ്രം ഐലൻഡിലാണോ റൂം എടുത്തേ? അതെ അതെ. ആണോ? ഹെൽത്തി. എടാ ഹെൽത്ത് കൊട്ടാ. എടാ ഞാൻ ഇവിടെ പേര് മറന്നു. എന്തായിരുന്നു? ഞാൻ മറന്നു. റാഷ സിറ്റി കാണാനല്ലോ ഇപ്പൊ. ഞാൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നു, 4 ദിവസം ഇല്ലായിരുന്നു. ആ കീരി ഇങ്ങനെ എല്ലാ ദിവസം ഇങ്ങനെ അന്വേഷിക്കും. അല്ലടാ കീരി, നാണം വന്നറ അവർക്ക്. അവര് സംസാരിക്കട്ടെ കീരി, നമുക്ക് അവിടെ മാറി കൊടുക്കാം. ആ അവരൊക്കെ മനസ്സോന്ന് സംസാരിക്കട്ടെ. കോച്ചിങ് വാ. കഴപ്പം കോച്ച്. സൂര്യ ബോസല്ലേ അത്? അവനെ വിളി. ഡേ സൂര്യ ഡേ ഇങ്ങ് വാ. കൈ പൊക്കടാ അടിച്ചു തിരിഞ്ഞ കൈ പൊക്കടാ. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ നിന്റെ ചോക്ലേറ്റ്. വേറെ നോക്കല്ലേ. நான் ஒன்னும் எடுக்கல. நான் நோக்கட்டன்னு இல்லன்னு விட்டுட்டேன். அவன் எடுத்து நடக்கிறேன். ഞാൻ ചോക്കട്ടാ, നിന്റെ ടാബ് എവിടെ? ടാബ് ഉങ്കിട്ട ഇല്ല? സത്യം പറ. யார கையிന്ന്? ഉന്നോட ടാബില് എത്ര എക്സ്പി ആയി? ചെയ്യக்கூடாது. അതന്നെ ലെവൽ എത്രയായി? ലെവൽ മുകളിലുള്ള ലെവൽ ഏത്തവേ ഇല്ലല്ലേ? അപ്പൊ ലെവലുള്ള ആരുടെയും ടാബ് ഉണ്ടോ അതില്? നല്ല പയ്യൻ ഹെൽത്തി കുട്ടൻ. ഓക്കെ.
நீ சொன்னதுனால அதுல அந்த பணியில விட்டுட்டேன் பா, நான் அதை செய்யறது இல்ல. ആ ഒന്നുമില്ല അതാ ഈ പരിപാടി അതായിരുന്നു. அதுக்காக இல்ல, கல்யாணம் செய்யணும். അല്ല ഞാൻ ചോദിച്ചോട്ടെ, വേറെ SRK വേറെ ഒരാളുടെ ടാബ് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അത് ഇല്ല പറ്റില്ല. ചന്ദ്രു, ആള് ആള് വേണം. വേണം. ആള് വേണം. ആള് വേണം ചന്ദ്രു. ആള് വേണം. ടോപ്പുള്ള ഒരാളെ ചന്ദ്ര 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 ആ. ചന്ദ്ര, ഒരു നിമിഷം ഉം. സൂര്യ സാരിടാ ചന്ദ്ര. അടുത്ത ഇപ്പൊ ഉൾട്ട എന്താ ഓർത്തൊക്കെ ഒരു പേസ്റ്റ് വാ അരമണിക്കൂർ ചന്ദ്ര. ഞാൻ വണ്ടി யாருக்கு? വന്നാനിപ്പോ ഹലോ ചന്ദ്ര. ഹലോ ஹலோ, അണ്ണി சொல்லு. அவரை கொஞ்சம் பார்த்து வச்சுக்கோங்க. ஆ செட்டு 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 நான் பார்த்துட்டே தான் இருக்கு, ரொம்ப பார்த்துட்டே தான் இருக்கு. லேட் நைட் ஃபன். அதான் நிறைய கேள்விப்படுறேன். ആ ആ ആ പ്രശ്നമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം, ഞാൻ ഏറ്റു. ஓகே ஓகே. கோச், ஹலோ பரா. என்னோட ஒரு கண்ணு உங்களோட பின்னாடி தான் இருக்கும் எப்போதும் எப்போதும், புரிஞ்சுதா? ஆ சரி சார். എനിക്കില്ല അൾട്രോൺ ഞാൻ ലെവലാക്കാം. അൾട്രോൺ ലെവലാക്കണ്ടേ? ജോണിയാമാ, ജോണിയാമന്റെ അവരുടെ ടാബിൽ എത്ര ലെവലാ? ചന്ദ്ര, ഞാൻ വർഷത്തിലൊരിക്കലൊക്കെ സിറ്റി വരുന്നത്. കുറെ നാൾക്ക് ശേഷം, ഒരു മാസത്തിന് ശേഷം ഇന്നാ ഞാൻ വരുന്നത്. എന്റെ ലെവല് 0. സീറോ ആണല്ലേ? അൾട്രോൺ ഉണ്ട് അൾട്രോൺ ഉണ്ട് ഇവനുണ്ട് അൾട്രോൺ. ഇവനെ അൾട്രോണിന്റെ എത്രയാ ലെവല്? എനിക്ക് 1000 ലെവല് അതിലെ അത് ടാബ് തന്ന അടിക്കാൻ പറ്റൂലല്ലോ, നിങ്ങള് വേണ്ടേ? നിങ്ങൾ അടിച്ചാ ഞാൻ ആഡ് ചെയ്ത് തരാം. ആ സെറ്റ്. മെയിൻ ബാങ്ക് ഉണ്ടാവോ അടിക്കും? അല്ല, മെയിൻ ബാങ്ക് നമ്മൾ അടിക്കാറായില്ല, നമുക്ക് അറിയത്തില്ലടാ ചെയ്യാനായിട്ട്. മെയിൻ ബാങ്കിന് നോർമലി ചെറിയ അൾട്രോൺ നീ ഫ്രീ ആണേ നീ പോയിട്ട് വരൂ. എന്നാ അൾട്രോൺ ഫ്രീ ആണോ? ഓക്കെ ഓക്കെ, എന്നാ സെറ്റ്, എന്നാ നമുക്ക് പോവാല്ലേ? ഇവൻ പറഞ്ഞു എത്ര പേര് വേണം? എത്ര പേര് വേണം? 8 പേരാ? ഞാൻ നോക്കട്ടെ, നമ്മളോട് ഞാൻ നോക്കട്ടെ ഒന്ന്, അവരുടെ അടുത്ത് ചോദിച്ചോട്ടെ. ഒരു മിനിറ്റ് അൾട്രോണേ. എടാ എടാ എല്ലാരും ഫ്രീ ആണോ? നമുക്കൊരു മെയിൻ ബാങ്ക് റോബറിക്ക് പോയാലാ? അല്ല, എന്തേലും പണിയിലാണോ? നമ്മളിപ്പോ എത്ര പേരല്ലേ? എത്ര പേരാ ചന്ദ്ര? 8 പേരാണ്. നമുക്ക് എക്സ്ട്രാ ഒരാളുണ്ട് ഓൾറെഡി. അൾട്രോൺ ഉണ്ട്. ഏവിയൻ അൾട്രോൺ ഉണ്ട്. അത് കൂടാതെ 8 പേര്. അല്ല, അത് കൂട്ടി 8 പേര്. അവനെ കൂട്ടി 8 പേര്. ആ മറ്റേ ഇതിന്റെ വലിയ കളനെ വേണ്ടല്ലേ? ഏതാ പറ്റിയുള്ളേ? അല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് തിരകിക്കൊണ്ടിരുന്നായിരുന്നു. സെറ്റാക്കാം. എടാ, നിങ്ങളത് പരിപാടി ചെയ്യുന്നവർ ചെയ്തു എന്തായാലും കേട്ടാ, ഞാൻ നോക്കട്ടെ. സൂര്യ വാ. കോച്ചിങ്ക വാ. 100 XP. ഓ അത് കൊള്ളാം. മറ്റേ എനിമി കീരിങ്ങ വാ. ഇപ്പൊ വരാം. ഞാൻ വിളിക്കാം. ഇപ്പൊ ടോട്ടൽ നമ്മൾ എത്ര പേരായി? 1 2 3 4 5 6 പേരല്ലേ? ഗ്യാങ്സ് ഒക്കെ മാറ്റിട്ട് വരണേ അണ്ണാ. 2 പേര്. ഇല്ല, ഇപ്പഴാ ഇല്ല, ഇവരെ കൂട്ടിയില്ല. SRK കൂട്ടി വന്ന് 3 പീറ്റർ 6 7. പീറ്റർ ഇവന്റെ ഒരു ഫ്രണ്ട് അല്ലടാ. എന്നാ പീറ്ററിനെ വിളി. അപ്പൊ 8 സെറ്റ്. പെട്ടെന്ന് പോയി. അടുത്ത സെക്കൻഡ് അല്ലല്ല, വരും. പീറ്റർ ഇപ്പൊ വരും. ഞാൻ പോയത്. അയ്യോ, പീറ്ററിനെ കൊണ്ടുവരാൻ പീറ്റർ ഇപ്പൊ വരും. പീറ്റർ പാർക്കർ വരുവാർ ഇപ്പதான். രായപുരം പീറ്റർ. പീറ്ററാ? നിനക്കറിയത്തില്ലേ? ഇല്ല. പീറ്റർ വരാനാണ് പോയത്. ഇപ്പൊ വരും. അപ്പൊ അവന്റെ കയ്യിലല്ലേ സാധനങ്ങൾ മൊത്തവും.
ഈ മയില് കള്ളൻ. നമുക്ക് മേടിക്കാം ബ്ലാക്ക് മാർക്കറ്റിൽ. സാധനം അൾട്രോൺ എന്തൊക്കെ വേണം സാധനങ്ങള് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് ഞാൻ മേടിച്ചിട്ട് വരാം. എത്ര ബ്ലാക്ക് മണി എത്ര തരണം? ഫാൻഡം യൂഎസ്ബി സ്പൂഫിംഗ് കാർഡ് ഒരെണ്ണം വെച്ചത്. ഫാൻഡം യൂഎസ്ബി സ്പൂഫിംഗ് കാർഡ് വൺ ടൈം ഒരെണ്ണം മതി. രണ്ടു ഒരെണ്ണം മതി. 3-4 പേർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. എല്ലാവരുടെ കയ്യിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ സെറ്റ്. ഓക്കെ, അപ്പൊ അതൊരു 4-5 മേടിച്ചോടാ. നിന്റെ കാശുണ്ടോ ജൂടെ? ആ ഉണ്ട്. അത് കാണത്തില്ല. ഞാൻ പോയി മേടിക്കാം. ഓക്കെ, USB പിന്നെ സ്പൂഫിംഗ് സ്പൂഫിംഗ് കാർഡ്. ഇതെല്ലാം നിങ്ങള് എത്ര ആൾക്കാർ? 8 അല്ലേ? 8 പേര്. അപ്പൊ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടോ? അതോടെ പോയിട്ട് എടുത്തിട്ട് വരണം നമുക്ക് വീട്ടിൽ പോയി. വെയിറ്റ് ഞാൻ പോയി എന്നാ സാധനം മേടിച്ചിട്ട് വരാം. അപ്പൊ ഇല്ല, ഒരു മിനിറ്റ്. റേഡിയോ 600 കയറിയാ? റേഡിയോ 600 കയറിയാ? ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാരും 6 ചെയ്യാൻ പറ്റും. 8 പേർക്ക്. ഓക്കെ 6 പാസ്വേഡ് ഒന്നുമില്ലല്ലോ. പേര് മാറ്റം എങ്ങനെയാടാ ഇതില്? പേരോട് ചേഞ്ച് ചെയ്യണേ. 6 ജൂടാ പോ പെട്ടെന്ന് പോയിട്ടാ. നിങ്ങളുടെ ഐഡി ഞാൻ പോയി സാധനം മേടിച്ചിട്ട് വരാം. എന്റെ ID 711. ടാബിൽ ഐഡിയ എന്റെ ഇത് എടുത്തിട്ട് വരണ്ട. ടാബില് ടാബ് അതാ പറഞ്ഞ 711. എന്റെ 415 ആഡ് ചെയ്തിട്ട് പോകാം കോച്ച്. ഇത് ആഡ് ചെയ്തിട്ട് പോകാം. அதுதான் ஆட் செய்யறதுக்கு என்னோட டாப் அங்க இருக்கு. இது അല്ല ടാബ് അല്ല, പ്ലെയർ ഐഡിയ കണ്ണാപ്പിന്നല്ലേ ഇവിടെ? കണ്ണാപ്പിണ്ടാ ചാൻസ് ഇല്ലടാ. അത് വേണം. അനോണിമസ് ആണോ? ഞാൻ തന്നാ പോരെ എന്നെ ആഡ് ചെയ്തിട്ട് കോച്ചിന്. കോച്ച് അക്സെപ്റ്റ് ചെയ്തു. ഇത് ആഡ് ചെയ്തോ? ഇതെങ്ങനെ ചെയ്യണം ആക്ച്വലി? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ?